നാം എല്ലാം അറിയുന്ന പോലെ ഈ വരും ദിവസങ്ങളിൽ ലോകം കർത്താവിൻ്റെ മരണത്തെയും പുനരുത്ഥാനത്തെയും ഒക്കെ ആചരിക്കുകയും ഓർക്കുകയും തങ്ങളെ തന്നെ ശുദ്ധീകരിക്കാനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്ന നോമ്പ് കാലഘട്ടമാണ്. അതിൻ്റെ പ്രോസസ്സിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ കർത്താവിൻ്റെ മരണം, കർത്താവിൻ്റെ പുനരുത്ഥാനം ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കാൻ പോവുകയാണ്. എന്താണ് നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ മരണവും കർത്താവിൻ്റെ പുനരുത്ഥാനം നമുക്ക് തരുന്ന, നമ്മളിൽ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ എന്തെല്ലാമാണെന്ന് നമ്മൾ വരും ദിവസങ്ങൾ കേൾക്കും പല ഘട്ടങ്ങളിലായിട്ട്. ഇന്ന് പൽക്കാലം ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഭാഗം എന്ന് പറയുന്നത്, അവൻ നമുക്ക് വേണ്ടി പാപമായി തീർന്നു എന്നുള്ള ആശയത്തെയാണ്. അതായത് ഹി ബിക്കെയിം സിൻ ഓൺ അവർ ബിഹാഫ്. നമുക്കിങ്ങനെ വിളിക്കാം, ക്രിസ്തു നമുക്ക് വേണ്ടി പാപമായി തീർന്നവൻ. ഞാനങ്ങനെ ടൈറ്റിൽ ചെയ്യുകയാണ്, ക്രിസ്തു നമുക്ക് വേണ്ടി പാപമായി തീർന്നവൻ. ക്രിസ്തു ആരെന്നുള്ള അറിവാണ് നമ്മളെ ക്രിസ്തീയ വിശ്വാസിയാക്കി അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ അനുയായിയായി നിർത്തുന്നത്. ക്രിസ്തു എന്ത് ചെയ്തു എന്നുള്ള അറിവാണ് നമ്മളെ ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് കർത്താവിനെ പറ്റി ശരിയായ അറിവ് ഉണ്ടായിരിക്കണം. കർത്താവ് ആരെന്നറിയണം. നമ്മൾ അടിസ്ഥാനപരമായിട്ട് കർത്താവിൻ്റെ ശിഷ്യരാണ്, കർത്താവിൻ്റെ സാക്ഷികളാണ്. അതുകൊണ്ട് കർത്താവ് നമ്മുടെ ജീവിതത്തിൽ എന്താണ് ചെയ്തതെന്നുള്ള ആഴമേറിയ ബോധ്യങ്ങളിൽ നിന്നുകൊണ്ട് മാത്രമേ നമുക്ക് കർത്താവിൻ്റെ സാക്ഷ്യമായിട്ടും കർത്താവിൻ്റെ പൈതലായിട്ടും ജീവിക്കാൻ കഴിയത്തുള്ളൂ എന്ന് നാം അറിയുക. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി നാം സെലക്ട് ചെയ്ത ദൈവവചന ഭാഗം 2 കൊരിന്ത്യർ 5:21. 2 കൊരിന്ത്യർ 5:21 ഞാനത് വായിക്കാം. 2 കൊരിന്ത്യർ 5:21. പാപം അറിയാത്തവനെ, നമുക്കതിന് മുമ്പിട്ട് വായിക്കുന്നു തോന്നുന്നു. 20 തൊട്ട് വായിക്കട്ടെ. ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനാപതികളായ ദൈവത്തോടെ നിരന്നുകൊള്ളുമെന്ന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു. അത് ദൈവം ഞങ്ങൾ മുഖാന്തരം പ്രബോധിക്കുന്നില്ലാകുന്നു. പാപം അറിയാത്തവനെ, 21 വാക്യം, പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപം ആക്കി. ആ മൂന്ന് കാര്യങ്ങൾ പറയുന്ന പോലെ നമുക്ക് തോന്നുന്നു. ഒന്നെന്താണ്? പാപം അറിയാത്ത ക്രിസ്തു. 2, നമ്മൾ ദൈവത്തിൽ നീതിയാകുക എന്ന് പറയുന്ന ആശയം. 3, ഈ പാപം അറിയാത്തവന് ദൈവം പാപം ആക്കി എന്ന് പറയുന്ന കാര്യം. ഇന്നത്തെ നമ്മുടെ ചിന്ത ഇതിനെ ചുറ്റിപ്പറ്റിയായിരിക്കും. ഈ വചനത്തിനകത്ത് പ്രധാനമായിട്ടും പറയുന്ന നമ്മൾ തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യം, ക്രിസ്ത്യ വിശ്വാസത്തിൻ്റെ അടിസ്ഥാന അല്ലെങ്കിൽ മൂലക്കല്ലെന്നൊക്കെ പറയാൻ പറ്റുന്ന അല്ലെങ്കിൽ അടിസ്ഥാനമായിട്ടുള്ളൊരു കാര്യമാണ്. ക്രിസ്തു പാപത്തിന് പരിഹാരമായി ഭൂമിയിൽ വന്നു. മനുഷ്യൻ്റെ രക്ഷണ്യ പ്രവൃത്തിയിൽ ക്രിസ്തു എങ്ങനെയാണ് ഇടപെട്ടത്, കർത്താവ് എങ്ങനെയാണ് അവൻ്റെ ജീവിതം കൊണ്ട് എങ്ങനെയാണ് രക്ഷ സാധിച്ചെടുത്തത് എന്നതിൻ്റെ ഒരു ചുരുക്കെഴുത്താണ് നമ്മളിന്ന് വായിച്ചു കേട്ടത്. അവൻ പാപമായി മാറി നമ്മളെ നീതിമാന്മാരാക്കാൻ. നമ്മൾ അനീതിയുള്ളവരായിരുന്നു, ആ അനീതിയുള്ളവരെ നീതിമാന്മാരാക്കുക എന്ന വഴി ക്രിസ്തു നീതിയുള്ളവൻ അനീതിയായി മാറി എന്നുള്ളതാണ് നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത്. നീതി എന്ന് പറയുന്ന ആശയം നമ്മളെന്താക്കാനാണ് കർത്താവ് അനീതിയായി മാറുന്നത്? നീതിമാന്മാരാക്കുന്നതിന് വേണ്ടി. അതാണ് ദൈവത്തിൻ്റെ പർപ്പസ്. നമ്മളെ നീതിമാന്മാരാക്കുക എന്നുള്ള ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഈ നീതി എന്ന് പറയുന്ന ആശയവും കരുണ എന്ന് പറയുന്ന ആശയവും രണ്ടും നമ്മൾ ഒരുപോലെ മനസ്സിലാക്കേണ്ട കാര്യമാണ് നമ്മുടെ വിശ്വാസ ജീവിതത്തിനകത്ത്. നമ്മൾ ഇപ്പം നിലവിൽ കണ്ടുവരുന്നൊരു ട്രെൻഡ്, നിലവിലല്ല പൊതുവേ ഉണ്ടതങ്ങനെ, ഒന്നെങ്കിൽ നീതിയെപ്പറ്റി കൂടുതൽ സംസാരിക്കുക അല്ലെങ്കിൽ കരുണയെപ്പറ്റി കൂടുതൽ സംസാരിക്കുക. അപ്പോൾ നമ്മുടെ പ്രസംഗങ്ങളും പഠിപ്പുകളും നീതിക്ക് ചുറ്റാണെങ്കിൽ നമ്മുടെ ഉള്ളിലൊരു ഭയവും ഭീതിയും ഒക്കെ കൂടുതൽ വരും. കാരണം ഞാൻ പാപിയാണെന്നുള്ള ബോധം നമ്മളിൽ ഉണ്ടായി വരികയും നമ്മളിൽ പാപത്തെ പറ്റിയുള്ള ബോധ്യങ്ങൾ കൂടുതൽ വർദ്ധിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് കരുണയെപ്പറ്റിയും കൃപയെപ്പറ്റിയുള്ള ആ ബോധ്യം. അതിൽ മാത്രം നമ്മൾ ആശ്രയിക്കുമ്പോൾ ഉണ്ടാകുന്ന അപകടം എന്താണ്? നമ്മളിൽ പാപബോധം ഉണ്ടാവില്ല. നമ്മൾ തെറ്റുകാരനാണെന്ന്, നമ്മുടെ ജീവിതത്തിലെ തെറ്റുകളെ പറ്റിയും അറിവുണ്ടാവില്ല. നമുക്ക് സൗകര്യമുള്ളവർ ജീവിക്കുക, എന്നാലും ദൈവം നമ്മളെ വിടുവിച്ചോളും എന്നുള്ളൊരു തോന്നൽ നമുക്കുണ്ടാവും. ഇങ്ങനെ ഈ രണ്ട് കാര്യങ്ങളിലും ഒന്നിൽ മാത്രം ഫോക്കസ് ചെയ്യുമ്പോൾ ദൈവ സ്വഭാവത്തിൻ്റെ പകുതി നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മളൊരു അപകടത്തിലേക്കാണ് പോവുക.
ഇതാണ് മിക്കവാറും ഉള്ള ടീച്ചിങ്സിനെല്ലാം കാണുന്ന ഒരു അപകടം. പ്രത്യേകിച്ച് പുതിയ ട്രെൻഡുകളെല്ലാം കാണുന്നൊരു കാര്യം ഇതാണ്. ഒന്നെങ്കിൽ ദൈവം നമ്മുടെ പിതാവാണ്, നമ്മളെ സ്നേഹിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ പാപത്തെപ്പറ്റിയുള്ള പ്രാധാന്യം, ബൈബിൾ കൊടുക്കുന്ന പ്രാധാന്യം നമുക്ക് മനസ്സിലാവില്ല. ഇനി അല്ല, ദൈവം പാപികളെ രക്ഷിക്കാൻ വന്നു, നമ്മൾ പാപികളാണെന്നുള്ള അറിവ് കൂടുതൽ പറയുമ്പോൾ ദൈവസ്നേഹത്തിൽ ഒരു വിടുതലുണ്ടെന്നുള്ള അറിവിനെ പറ്റി നമുക്ക് ബോധ്യമില്ലാതെയായി പോകുന്നു. സത്യത്തിൽ വചനം ഈ രണ്ട് കാര്യങ്ങളെയും ബാലൻസ് ചെയ്താണ് പോകുന്നത്. നമ്മൾ പഠിക്കുകയും പഠിപ്പിക്കുകയും പ്രസംഗിക്കുകയൊക്കെ ചെയ്യുമ്പോൾ പലപ്പോഴും ഇതിനകത്ത് ഒന്നിൽ ഫോക്കസ് ചെയ്യുമ്പോൾ മറ്റൊന്നതിൻ്റെ പ്രാധാന്യം കുറഞ്ഞു പോകുന്നത് ഈ കാലഘട്ടത്തിൻ്റെ അപകടമാണ്. അത് പലപ്പോഴും പിശാചിൻ്റെ കയ്യിലൊരു ആയുധമായിട്ട് മാറാറും ഉണ്ട്. അതാണ് പലപ്പോഴും നമ്മൾ വിശ്വാസത്തിൽ ഉറയ്ക്കാൻ പറ്റാതെ വരുന്നത്. രണ്ട് കാലിൽ നടക്കേണ്ട ഒരാൾ ഒറ്റക്കാലിൽ നടന്നാൽ എന്തുണ്ടാവും? ആ പ്രശ്നം തന്നെ നമുക്കുണ്ടാവുന്നത്. രണ്ട് കാലിൽ നടക്കേണ്ട രണ്ട് കാലിൽ തന്നെ നടക്കുക, അതാണ് അതിൻ്റെ ഒരു ശരിയായ രീതി. പക്ഷേ നമ്മളതിന് പകരം ഒറ്റക്കാലിൽ നടക്കുമ്പോഴാണ് കുഴപ്പം, നമ്മൾ എപ്പോഴേലും മറിഞ്ഞു വീഴാനുള്ള സാധ്യത കൂടുതലാണ്. ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും. അതുകൊണ്ട് ദൈവത്തിൻ്റെ നീതി എന്നുള്ള സ്വഭാവവും ദൈവത്തിൻ്റെ കരുണ അല്ലെങ്കിൽ സ്നേഹം എന്ന സ്വഭാവത്തെ ഒരുപോലെ തന്നെ ബാലൻസ് ചെയ്ത് പഠിക്കാൻ, മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. ഇല്ലെങ്കിൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധത്തിൽ നമ്മൾ ഞരങ്ങി പോകാൻ സാധ്യതയുണ്ട്. ഇന്ന് നമ്മൾ പറയുന്നത് ദൈവത്തിൻ്റെ നീതിയെയും അപ്പോൾ തന്നെ ദൈവത്തിൻ്റെ കരുണയും ബാലൻസ് ചെയ്യുന്ന ഒരു വചനമാണ് നമ്മളിന്ന് വായിച്ചു കേട്ടോ. എന്താണ് ദൈവത്തിൻ്റെ നീതി? തെറ്റ് ചെയ്യുന്നവൻ, പാപം ചെയ്യുന്നവൻ ശിക്ഷിക്കപ്പെടണം. അത് ദൈവത്തിൻ്റെ നീതിയാണ്. തെറ്റ് ചെയ്യുന്നവന് ശിക്ഷിക്കുക എന്നുള്ളത്, തെറ്റ് ശിക്ഷിക്കപ്പെടുക എന്നുള്ളത് ദൈവനീതിയുടെ ഭാഗമാണ്. ദൈവം തെറ്റിനെ ശരിയാക്കുന്ന ദൈവമൊന്നുമല്ല. തെറ്റായിട്ട് തന്നെ ദൈവം കാണുന്നത്. ദൈവത്തിൻ്റെ നീതിയുടെ ഭാഗമാണ് തെറ്റിനെ ശിക്ഷിക്കുക എന്ന് പറയുന്നത്. ദൈവം അവിടെ ഒരു ന്യായാധിപനായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ തന്നെ ദൈവത്തിൻ്റെ കരുണയെ, സ്നേഹത്തെ നമുക്ക് കാണുന്നത് എങ്ങനെയാണ്? അതാണ് ഇവിടെ കണ്ടത്. ദൈവം അവനെ തന്നെ എന്തിനെ ശിക്ഷിക്കുന്ന ഒരു പ്രക്രിയ നമ്മൾ കാണുന്നത്. എന്താണ്? പാപമല്ലാത്തവൻ അവനെ പാപമായിട്ട് മാറ്റുകയും പാപത്തിൻ്റെ ശിക്ഷ അവൻ്റെ മേൽ വയ്ക്കുകയും ചെയ്ത ആ ദൈവസ്നേഹമാണ് നമ്മളെ നിലനിർത്തുന്നത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളെ ഒരുപോലെ ഏറെക്കുറെ ബാലൻസ് ചെയ്യുന്ന ഒരു ദൈവവചനമാണ് നമ്മളിന്ന് വായിച്ചു കേട്ടത്. നമുക്കിന്ന് പ്രധാനമായിട്ട് ആദ്യം പറയേണ്ടത് പാപം എന്ന് പറയുന്ന കാര്യത്തെ പറ്റിയാണ്. പാപമില്ലാത്ത ഒരുവനായിരുന്നു ക്രിസ്തു. ക്രിസ്തുവിൻ്റെ പ്രത്യേകത എന്താണ്? അവൻ പാപം ഇല്ലാത്തവനായിരുന്നു, അല്ലേ? ലോകം പരിശോധിച്ചിട്ടും, പരീശന്മാർ പരിശോധിച്ചിട്ടും, ആരൊക്കെ പരിശോധിച്ചിട്ടും പാപമില്ലാത്തവൻ എന്ന് കൃത്യമായി തെളിയിക്കപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു യേശുവിൻ്റെ ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ പാപമില്ലാത്തവനെ, പാപമേശം വചനം വളരെ വ്യക്തമായി പറയുന്നു. കർത്താവിനെ എന്താക്കി? പാപമാക്കി മാറ്റുക. അങ്ങനെ ഒരു പ്രക്രിയ നടന്നു. അപ്പം നമ്മൾ പാപമെന്ന് പറയുമ്പോൾ ഈ കാലഘട്ടത്തിന് ഞാൻ ആദ്യം പറഞ്ഞ പോലെ പാപത്തെ പറ്റി പറയാൻ ആൾ ഇഷ്ടപ്പെടുന്നില്ല. മനുഷ്യൻ പാപിയാണെന്ന് പറയുന്നത് ഇഷ്ടപ്പെടാത്ത ഒരു കാലഘട്ടമാണ് നമ്മൾ ജീവിക്കുന്നത്. റോമാലേഖനം 3:23 നമുക്കൊന്ന് വായിക്കാം. റോമാലേഖനം 3:23. 3:23 ഇങ്ങനെ പറയുന്നു: ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. അങ്ങനെയാണ്, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്തു, ദൈവ തേജസ്. അപ്പോൾ മനുഷ്യൻ്റെ വ്യക്തി ജീവിതത്തിലുടനീളം പാപത്തിൻ്റെ പ്രവൃത്തികൾ ഉണ്ട്. പാപം എന്ന് പറയുമ്പോൾ പല വാക്കുകളുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട ഒരു വാക്കാണ് ലക്ഷ്യം തെറ്റുക എന്നുള്ളത്. നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യങ്ങളെ എത്തിപ്പെടാതെ വരുമ്പോൾ തന്നെ പാപമായി മാറുന്നു. പാപം, അകൃത്യം എന്നൊക്കെ പറയുന്ന പല വാക്കുകളുണ്ട്. അതിൽ പാപം എന്ന് പറയുന്നത് സാധാരണ നമ്മൾ കേൾക്കുന്ന വാക്ക്, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ വരിക, എത്താതിരിക്കുക, ചെയ്തു തീർക്കാതിരിക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ എത്താതിരിക്കുക എന്നുള്ള സാമാന്യ അർത്ഥത്തിലാണ് ഉപയോഗിക്കുക. ഇനി അതിൻ്റെ ഒരു ആശയാർത്ഥത്തിൽ ഇത്രയേ ഉള്ളൂ: നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോവുക എന്ന് പറഞ്ഞ യാഥാർത്ഥ്യമാണത്. അതാണ് എൻ്റെ യഥാർത്ഥ ആശയം എന്ന് പറയുന്നത്. ദൈവത്തോടുള്ള ബന്ധത്തിൽ നിന്നാകുന്നു. അതാണല്ലോ ഏദൻ തോട്ടത്തിൽ സംഭവിച്ചത്. മനുഷ്യൻ ദൈവം തമ്മിൽ സഹകരിച്ച ഒരു അന്തരീക്ഷത്തിൽ നിന്ന് അവൻ ദൈവത്തിൻ്റെ സാന്നിധ്യം വിട്ട് അകന്നകന്ന് പോകുന്ന ഒരനുഭവം. ആ അകന്നു പോകുന്ന അനുഭവത്തെയാണ് നമ്മൾ പാപമെന്ന് മനസ്സിലാക്കുന്നത്. പാപത്തിനകത്ത് സംഭവിക്കുന്നത് നമ്മളും ദൈവവും തമ്മിലുള്ള അകലം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട്, നമ്മുടെ ചിന്തകൾ കൊണ്ട്, ആശയങ്ങൾ കൊണ്ടൊക്കെ നമ്മൾ ദൈവത്തിൻ്റെ സാന്നിധ്യം വിട്ട് വിട്ട് പുറകോട്ട് പൊയ്ക്കൊണ്ടേയിരിക്കുന്നു. അതാണല്ലോ നമ്മൾ ആദ്യം കേട്ടത്. എന്താണ്? മുടിയനായ പുത്രൻ്റെ കഥ, പ്രൊഡിഗൽ സണ്ണിൻ്റെ കാര്യം. അതാണ് പിതാവിൻ്റെ സാന്നിധ്യം വിട്ടിട്ട്
അവൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവനിങ്ങനെ അകന്നകന്ന് പോകുന്ന ഒരു അനുഭവം, അവനെ സ്വന്തമായി രൂപപ്പെടുത്തിയ ഒരു ജീവിതത്തെ പറ്റിയുള്ള ദർശനം, ഒരു കാഴ്ചപ്പാട്, അതിന് മോഹം, അതിനുവേണ്ടി അവൻ്റെ എല്ലാ കാര്യങ്ങളെയും അവൻ സ്വീകരിച്ച്, അതിൻ്റെ അവകാശങ്ങൾ സ്വീകരിച്ച് അവൻ പിതാവിൽ നിന്ന് അകന്നു പോകുന്നൊരു അനുഭവം. ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക. നമ്മൾ സ്വയമായി രൂപപ്പെടുത്തുന്ന, ദൈവത്തോട് ചേരാതെ ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾക്ക് മറികടന്നുകൊണ്ട്, അല്ലേ, നമ്മൾക്ക് സ്വന്തമായി രൂപപ്പെടുത്തിയ ജീവിതത്തിന് വേണ്ടി നാം നമ്മളെ തന്നെ വിട്ടുകൊടുക്കുകയും നമ്മൾ അതിനു വേണ്ടി ഓടുമ്പോൾ ദൈവത്തിൽ നിന്ന് നമ്മൾ അകന്നു പോയിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അപ്പോൾ ദൈവത്തിൽ നിന്ന് ഈ അകന്നുപോക്കാണ് നമ്മുടെ പ്രശ്നം. അതിനുള്ള പരിഹാരം എന്താണ്? മാനസാന്തരമാണ് അതിൻ്റെ പരിഹാരം. അതാണ് വചനം നമ്മളോട് പറയുന്നത്. മാനസാന്തരത്തിൽ എന്താണ് സംഭവിക്കുന്നത്? മാനസാന്തരം എന്ന് പറയുന്നത് യു ടേൺ അടിക്കുക എന്നാണ് നമ്മൾ പറയുന്നത്. ആ വാക്കിൻ്റെ അർത്ഥം അതാണ്. നമ്മൾ എങ്ങനെ പോകുന്ന ആ വഴി നേരെ തിരിച്ചു പോകുക എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് മാനസാന്തരത്തിൽ സംഭവിക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് അടിസ്ഥാനപരമായിട്ട് ഈ വചനം നമ്മളോട് പറയുന്നത്. ഇതിൻ്റെ ഈ കോണ്ടക്സ്റ്റിനകത്ത് തന്നെ പറയുന്നത് ദൈവവും മനുഷ്യനും തമ്മിലുള്ള അകൽച്ച, അതിനകത്ത് നിരപ്പ് പ്രാപിപ്പാനായിട്ട് ക്രിസ്തു ഇടയായത്. ദൈവത്തിനും മനുഷ്യൻ്റെ ഇടയിൽ വലിയ ഒരു അല്ലെങ്കിൽ ഒരു വലിയ വാൾ, വലിയൊരു ഭിത്തി പോലെ ഒരു വലിയ അകൽച്ചയുടെ സാധ്യത ഉണ്ടാക്കപ്പെട്ടു പാപം മുഖാന്തരം. അതുകൊണ്ട് മനുഷ്യനും ദൈവവും തമ്മിലെ ആ വിഭജനത്തിൻ്റെ വാൾ, അല്ലെങ്കിൽ ആ ഭിത്തിയെ ചുമരിടിച്ചു കളയുക എന്നൊക്കെ പറയുന്ന ഒരു പ്രക്രിയയാണ് ക്രിസ്തു ചെയ്തത്. അതുകൊണ്ട് നമ്മളും ദൈവവും തമ്മിലുള്ള അകൽച്ച മാറുക, ദൈവത്തോട് അടുത്ത് വരിക, കർത്താവിലേക്ക് മടങ്ങുക, ദൈവഹിതത്തെ തിരിച്ചറിയുകയും ദൈവത്തിൻ്റെ പാതയിൽ സഞ്ചരിക്കുകയും ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഒരു മനുഷ്യനും ദൈവം ആഗ്രഹിക്കുന്നത്. ഇവിടെ പാപം നമ്മളെ പലപ്പോഴും, നമ്മളിൽ സ്വതവേ എപ്പോഴും പാപം നമ്മളെ മാടി വിളിക്കുന്നുണ്ട്. പാപം നിൻ്റെ വാതിൽക്കൽ കിടക്കുന്നു, അതിന് നിന്നോട് മോഹമുണ്ട്, അത് നിന്നെ പിടിക്കാനായിട്ട് വ്യഗ്രതപ്പെടുന്നു എന്നൊക്കെ വചനം നമ്മളോട് പറയുന്നുണ്ട്. വചനം അപ്പോൾ പാപത്തെ ജയിക്കുക, പാപത്തെ വിട്ടുകൊടുക്കുക എന്നൊക്കെ ഒത്തിരിയേറെ ആശയങ്ങൾ ബൈബിൾ നമ്മോട് പറയുന്നുണ്ട്. പാപം എന്ന് പറയുന്നത് നമുക്ക് ഈസി ആയിട്ട് തള്ളിക്കളയാവുന്നൊരു കാര്യമല്ല. കാരണം അത് നമ്മളെപ്പോഴും എൻറ്റാങ്കിൾ ചെയ്യുന്ന, അല്ലേ, മുറുകെ പറ്റുന്ന പാപത്തെ പറ്റി കേട്ടിട്ടില്ലേ, വായിച്ചിട്ടില്ലേ? മുറുകെ പറ്റുന്ന. അപ്പം നമുക്ക് അങ്ങനെ വെറുതെ ഒരു വാക്കുകൊണ്ട് തള്ളിക്കളയാവുന്നൊരു ഒരു യാഥാർത്ഥ്യമല്ല പാപം എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ വിശുദ്ധി തട്ടിച്ച് നോക്കുമ്പോൾ, ദൈവത്തിൻ്റെ യാഥാർത്ഥ്യത്തെ തട്ടിച്ച് നോക്കുമ്പോഴാണ് നമ്മൾ എത്രത്തോളം അശുദ്ധി ഉള്ളവരാണ് എന്ന് നമുക്ക് തിരിച്ചറിയുക. നമ്മൾ എത്ര പാപത്തിൻ്റെ അംശമുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയുക. ഇവർ ഇരുട്ടുള്ള മുറിയിൽ നിൽക്കുമ്പോൾ നമ്മുടെ ഡ്രസ്സിലെ അഴുക്കും നമുക്കങ്ങനെ കാര്യമായിട്ട് അറിയാൻ പറ്റില്ല. പക്ഷെ വെളിച്ചത്തിലേക്ക് വരുന്തോറും മൈന്യൂട്ടായിട്ടുള്ള സ്പോട്ട് വരെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അപ്പോൾ ദൈവത്തിൻ്റെ വെളിച്ചത്തിലേക്ക് വരുന്നതനുസരിച്ച് നമ്മൾ കൂടുതൽ തിരിച്ചറിയുന്ന യാഥാർത്ഥ്യമാണ് നമ്മളിൽ പിന്നെയും ദൈവഹിതത്തിന് വിരുദ്ധമായി പലതും ഉണ്ട് എന്ന് മനുഷ്യൻ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുക. അതുകൊണ്ട് മാനസാന്തരം എന്ന് പറയുന്ന ഒരു റിയാലിറ്റിയാണ്. അത് കണ്ടിന്യൂസ് ആയിട്ട് ജീവിതത്തിൽ സംഭവിക്കേണ്ടതാണ്. ദൈവസന്നിധിയിലും ദൈവവചനത്തോടും ദൈവ സാന്നിധ്യത്തോടും അടുത്ത് വരുമ്പോൾ നമ്മുടെ ജീവിതത്തിലുടനീളം മാനസാന്തരത്തിൻ്റെ അനുഭവങ്ങൾ ഉണ്ടായിക്കൊണ്ട്. അപ്പോൾ ഈ പാപം, മാനസാന്തരം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എന്താണ്? അറിവുകൾ എന്തിനെ നമ്മളെ സഹായിക്കും? കർത്താവിൻ്റെ സന്നിധിയിൽ വരുവാനും, അവൻ്റെ സ്വത്വത്തോട് അടുക്കുവാനും, അവൻ്റെ യാഥാർത്ഥ്യങ്ങൾ എടുക്കുവാനും, അവൻ്റെ ക്രിസ്തുവിൻ്റെ പൂർണ്ണതയോട് അടുക്കാനൊക്കെ വളരാൻ നമ്മളെ സഹായിക്കും. അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ വെക്കുക. ഇതാണ് ദൈവം നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ ഇതെങ്ങനെയാണ് കർത്താവ് സാധിച്ചെടുത്തത്? ഇതിലേക്ക് കടന്നു. അതാണ് നാം ആദ്യം വായിച്ചു കേട്ട വചനം. അവൻ നമുക്ക് വേണ്ടി പാപമായി തീർന്നു. നമ്മളെല്ലാം പാപികളായിരിക്കുക, മനുഷ്യകുലം മുഴുവൻ പാപമായിരിക്കെ, ആദാമി സന്തതികൾ മുഴുവൻ ഏകമനുഷ്യനാൽ പാപം ഭൂമിയിൽ കടന്നു, അല്ലേ? ഏകമനുഷ്യനാൽ പാപം ഭൂമിയിൽ പ്രവേശിച്ചു, മനുഷ്യരിൽ പ്രവേശിച്ചു കഴിഞ്ഞു. അപ്പോൾ ആ പാപമെന്ന റിയാലിറ്റിയെ, തെറ്റ്, ദൈവത്തിനോട് വിരുദ്ധമായ ആ സ്വഭാവത്തെ ജയിക്കാനായിട്ട് മനുഷ്യനെ കൊണ്ട് കഴിയില്ല എന്നൊരു സത്യം നിൽക്കും. കാരണം മനുഷ്യരെല്ലാവരും പാപികളാണ്. എല്ലാവരും കുഴി കിടക്കുന്ന ഒരാൾ ആരെയാണ് കരയറ്റാൻ കഴിയുക? എല്ലാവരും ഒരുപോലെ തന്നെ കിടക്കുക. എല്ലാവരും ഒരേ അവസ്ഥയിലാണ്. അപ്പം നീതിമാനായ ഒരാൾ തന്നെയാണ് അതിൻ്റെ പരിഹാരം വരുത്തേണ്ടത്. അങ്ങനെയാണ് ദൈവനീതിയുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത്. അങ്ങനെയാണ് ക്രിസ്തു നമുക്ക് വേണ്ടി പാപമായി തീർന്നു. ഈ പാപമായി തീരൽ എന്ന് പറയുന്ന ആ അവസ്ഥ എന്താണ്? ക്രിസ്തു മോറലി പാപിയായി മാറി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്? അങ്ങനെയല്ല. ക്രിസ്തു അവൻ്റെ സ്വഭാവം മാറി, അവനൊരു പാപിയായി മാറി എന്നർത്ഥമില്ല. അവിടെ സംഭവിച്ചിട്ടുള്ളത് ഒരു ലീഗൽ ട്രാൻസിഷനാണെന്നാണ് പറയുന്നത്. ഒരു നിയമപരമായ ചുമത്തൽ, നിയമപരമായ ദൈവ നിയമത്തിൻ്റെ ഒരു ചുമത്തലാണ് സംഭവിച്ചിട്ടുള്ളത്. തെറ്റല്ലാത്ത ഒരാളെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈ വടക്കൻ ഭാഗത്ത് കേരളത്തിലെങ്ങാണ്ടാണ് ഒരു ടീച്ചർ അവരുടെ വിദ്യാർത്ഥികളെ ശിക്ഷിക്കുന്നതിന് പകരം സ്വയം ശിക്ഷിച്ചു എന്ന് പറയുന്ന ഒരു അധ്യാപകനെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്, പേപ്പറിലൊക്കെ വന്നതാണ്. കുട്ടികളെയാണ് ശിക്ഷിക്കേണ്ടത്, കുട്ടികൾ തെറ്റ് ചെയ്തു, അതിന് ടീച്ചർ സ്വയം ശിക്ഷിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഒരു വാർത്ത. എന്തായിരിക്കും ടീച്ചർ ചെയ്തത്? ഉയർന്ന തലത്തിലുള്ള ഒരു മാനദണ്ഡമാണത്.
കുട്ടികളുടെ തെറ്റ് തൻ്റെ തെറ്റാണെന്ന് തിരിച്ചറിയുന്ന ഒരറിവ്. ഈ ബോധത്തിലെത്താൻ നമുക്കത്ര എളുപ്പമൊന്നുമല്ല. നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ഈ തെറ്റുകളെയും ശരിയെ നീതിയെ പറ്റിയുള്ള ബോധം എന്ന് പറയുന്നത് മനുഷ്യകുലത്തിൽ പയ്യെ വളർന്നു വരുന്നത്. കേട്ടിട്ടുണ്ട്, കണ്ണിന് പകരം കണ്ണ് എന്നെ അല്ലേ, കണ്ണിന് പകരം കണ്ണ്, കാതിന് പകരം കാതല്ലേ റൈ. അപ്പോൾ ഈ കണ്ണിന് പകരം കണ്ണ് എന്ന് പറയുന്ന റിയാലിറ്റി നമുക്ക് കേൾക്കുമ്പോൾ തോന്നുന്നു, ഇപ്പോഴത്തെ പശ്ചാത്തലത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ ഇങ്ങനെ കേൾക്കുമ്പോൾ നമുക്കൊരു എന്തൊരു മോശമാണെന്ന് തോന്നും അല്ലേ, ഇങ്ങനെയൊക്കെയുള്ള നിയമങ്ങളും ചട്ടങ്ങളൊക്കെ. പക്ഷേ കണ്ണിന് പകരം തലയെടുക്കുന്നൊരു പശ്ചാത്തലത്തിൽ അതിലും ഭേദമല്ലേ കണ്ണിന് പകരം കണ്ണെന്ന് പറയുന്നത്? അങ്ങനെയല്ലേ? ആർക്കെങ്കിലും വളരെ കൃത്യമായിട്ട് ഒരു പകരം ചെയ്യാൻ കഴിയുമോ, നീതി നടത്താൻ കഴിയുമോ? വളരെ കൃത്യമായിട്ട് അവൻ എന്നെ അടിച്ചു, അതുപോലെ കൃത്യമായിട്ട് അങ്ങനെ അടിക്കാൻ നമ്മൾ കൊണ്ട് കഴിയത്തില്ല അല്ലേ? കൃത്യമായിട്ടൊരു പകരം വയ്ക്കൽ നമുക്ക് സാധിക്കില്ല. അതുകൊണ്ട് എല്ലാ കാലത്തും ഇങ്ങനെയാണ് സംഭവിക്കുക. ഒരടിയുണ്ടായി, ഒരു പ്രശ്നമുണ്ടായി, സമൂഹത്തിൽ പ്രശ്നമുണ്ടായി, അവരിങ്ങോട്ട് 4 അടി അടിച്ച് ഞാൻ കൃത്യം 4 അടി അടിച്ച് പരിഹരിക്കുകയാണോ ചെയ്യുന്നത്? അങ്ങനൊരു കാര്യമുണ്ടോ? അങ്ങനൊരു കാര്യം നമ്മുടെ ഇടയിൽ നടക്കാറുണ്ടോ? ഇല്ല. എന്നോട് 2 മോശമായ വാക്കുകൾ പറഞ്ഞു, ഞാൻ കൃത്യമായി 2 മോശമായ വാക്കുകൾ പറഞ്ഞ് പകരം വയ്ക്കുന്നൊരു പരിപാടിയുണ്ടോ? ഇല്ല, അങ്ങനെയില്ല. അതിനേക്കാൾ വർദ്ധിത രൂപത്തിൽ മാത്രമേ നമ്മൾ ചെയ്യത്തുള്ളൂ. കാരണം എനിക്ക് ജയിക്കണം. അങ്ങനെ മനുഷ്യൻ്റെ നീതിബോധങ്ങൾ വർക്ക് ചെയ്യുന്നത്. അവൻ എന്നോട് ചീത്ത പറഞ്ഞുകൊണ്ട് എനിക്ക് ചീത്ത പറയാനുള്ള അവകാശമുണ്ട് എന്നുള്ള ബോധ്യത്തിൽ, എന്നെ അടിച്ചുകൊണ്ട് തിരിച്ചടിക്കാനുള്ള അവകാശം എനിക്കുള്ള ബോധ്യത്തിൽ ഞാൻ ചെയ്യുന്നത് അതിനേക്കാൾ 2 എണ്ണം കൂടുതലേ വയ്ക്കത്തുള്ളൂ, ഒരിക്കലും കുറയില്ല. അപ്പോൾ മറ്റേ ആൾക്ക് എന്താ കിട്ടുന്ന അവകാശം? ഈ 4 എണ്ണത്തിന് പകരം അവന് 8 എണ്ണം വയ്ക്കാനുള്ള ത്വരയുണ്ടാവും. ഇങ്ങനെയൊക്കെയാണ് നീതിബോധങ്ങളുടെ ഒരു രീതി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് കണ്ണിന് പകരം കണ്ണ്, നിൻ്റെ ഒരു കണ്ണെടുത്താൽ മറ്റവൻ്റെ കണ്ണെടുത്തു, അങ്ങനെ പരിപാടി നിർത്ത്, ഇതിവിടെ അവസാനിപ്പിക്കുമെന്ന് പറയുന്ന ഒരു നീതിബോധം. പക്ഷേ ഇന്ന് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്കത് സുഖമായിട്ട് തോന്നില്ല. അതൊന്നും എന്ത് മോശമാണ് അതൊക്കെ. എവിടെ നിന്നുണ്ടായി മനുഷ്യന് നീതിബോധം? അത് സാവധാനം വളർന്നു വന്ന. അപ്പോൾ നീതി എന്ന് പറയുന്നൊരു യാഥാർത്ഥ്യമുണ്ട്, നീതി. അപ്പോൾ ആ നീതിയെപ്പറ്റി പലപ്പോഴും മനുഷ്യൻ അറിഞ്ഞുകൂടാ. നമ്മുടെ രീതിയിലാണ് നീതിയൊക്കെ നിർവചിക്കുന്നത്. ചില നീതിശാസ്ത്രങ്ങളിൽ കൊല്ലുന്നത്, ഇന്ത്യയിലൊക്കെ എന്ന് പറഞ്ഞാൽ പല രീതിയിലാണ് നീതി കിടന്നത്. ജാതികളനുസരിച്ച് നീതിക്ക് വ്യത്യാസം ഉണ്ടായിരുന്നു, ജാതി വംശങ്ങളനുസരിച്ച് നീതിക്ക് വ്യത്യാസമുണ്ട്. അപ്പോൾ ആഫ്രിക്കൻ അല്ലെങ്കിൽ അമേരിക്കൻ പശ്ചാത്തലത്തിലൊക്കെ എനിക്ക് തോന്നുന്നു ആ പണ്ടത്തെ കാലഘട്ടങ്ങളിലൊക്കെ നീതിയൊക്കെ വ്യത്യസ്തമായാണ് അംഗീകരിക്കപ്പെട്ടിരുന്നത്. കറുത്തവർക്ക് നീതി വേറെ, വെളുത്തവരുടെ നീതി വേറെ, അവരുടെ അവകാശങ്ങൾ വേറെ, അങ്ങനെ വ്യത്യസ്തമായി. അങ്ങനെയൊക്കെയാണ് അമേരിക്കയ്ക്ക് സ്വാതന്ത്ര്യത്തെ പ്രഘോഷിക്കുകയും അതിനുവേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തുകയൊക്കെ ചെയ്തത്. അങ്ങനെയാണ് മനുഷ്യത്വം എന്ന് പറഞ്ഞ ആശയം, ഹ്യൂമാനിറ്റേറിയൻ എന്നൊക്കെ പറയുന്ന ആശയങ്ങളൊക്കെ ഉണ്ടായി വന്നത് അങ്ങനെയാണ്. ഹ്യൂമനിസം ഒക്കെ ഉണ്ടായി വന്നത് അങ്ങനെയാണ്. മനുഷ്യരെല്ലാം ഒന്നാണ്, ഒരപ്പൻ്റെ അമ്മയുടെ മക്കളാണെന്നുള്ള ബോധ്യം, എല്ലാവർക്കും ഒരേ അവകാശങ്ങളും ഒരേ സാധ്യതകളും ഉണ്ടെന്നുള്ള ബോധ്യം, ഇതൊക്കെ മനുഷ്യകുലത്തിൽ ഇന്ന് ഇങ്ങനെ എത്തി നിൽക്കുന്നതിൻ്റെ കാരണം ഇതാണ്. ഇതൊന്നും പണ്ടുണ്ടായിരുന്നൊരു കാര്യമല്ല, അത് വളരെ സാവധാനം ഇങ്ങനെ വളർന്നു വന്ന ബോധ്യങ്ങളാണ്. അപ്പോൾ അവിടെയാണ് ഈ ദൈവ പ്രവൃത്തിയുടെ പ്രത്യേകത. ഇതൊക്കെ എവിടെ നിന്നും ആരംഭിക്കുന്നു? ഈ ഹ്യൂമൻ തോട്ട്, മനുഷ്യരെല്ലാം ഒന്നാന്ന് പറയുന്ന ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡിങ് എവിടെ നിന്നാണ് വരുന്നത്? ബൈബിളിൽ നിന്ന് മാത്രം വരുന്നതാണ്. വേറൊരു മതചിന്തകൾക്കൊന്നും ഇങ്ങനെയുള്ള ബോധ്യങ്ങളില്ല, ഈ ബോധ്യങ്ങളില്ല. എല്ലാവരും ഒരിടത്തു നിന്ന് വരുന്നതെന്നുള്ള ബോധ്യങ്ങളൊന്നും എല്ലാ മതങ്ങളൊന്നും പറയുന്നില്ല. എല്ലാവർക്കും ഒരേ സ്റ്റാൻഡേർഡാണെന്നും എല്ലാവർക്കും ഒരേ യാഥാർത്ഥ്യങ്ങളാണെന്നൊന്നും പറയുന്നില്ല. പലരും പലയിടത്തു നിന്ന് ഒന്നായിട്ടൊക്കെയാണ് പല വിശ്വാസങ്ങളും പ്രമാണങ്ങളൊക്കെ നിൽക്കുന്നത്. അതുകൊണ്ട് നമ്മളറിയുക, വചനമാണ് നമ്മൾ പറയുന്നത്. എല്ലാവരും പാപം ചെയ്തു, എല്ലാവരിലും പാപമുണ്ട്. അപ്പോൾ നാം തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്, നമ്മളിലും പാപത്തിൻ്റെ സാധ്യതകൾ എപ്പോഴുമുണ്ട്. നമ്മളെപ്പോഴും ഒരു കഴുകലിൻ്റെ ആവശ്യമുണ്ട്, ശുദ്ധീകരണത്തിൻ്റെ ആവശ്യമുണ്ട്. ഇനി നമുക്ക് നീതീകരണം എന്ന് പറഞ്ഞ ആശയത്തിലേക്ക് വരാം. യേശു നമുക്ക് വേണ്ടി അല്ലെങ്കിൽ പാപമായി തീർന്നു പറയുന്ന ആ പ്രക്രിയ, അല്ലെങ്കിൽ ദൈവം അവനെ പാപമാക്കി എന്ന് പറയുന്നതിൻ്റെ കാരണം അതൊരു സാക്രിഫിഷ്യൽ അല്ലെങ്കിൽ ലീഗലായിട്ടുള്ള ഒരു നിയമപരമായ പ്രക്രിയ മാത്രമാണ്. അവൻ പാപിയെ തീർന്നതല്ല. അതിൻ്റെ കാരണം ഇങ്ങനെ പറയുന്നത്, പാപമൊഴികെ സകലത്തിലും പരീക്ഷിക്കപ്പെട്ടവനെന്ന് വചനം പറയുന്നതുകൊണ്ട് നാം മനസ്സിലാക്കുന്നു അവൻ പാപം ചെയ്തിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ പാപത്തിൻ്റെ ശിക്ഷ അവൻ ഏറ്റുവെന്നും നാം തിരിച്ചറിയും. ഇതാണ് അവിടെ സംഭവിച്ച യാഥാർത്ഥ്യം. ഇനി നോക്ക്, ഇതെവിടെ നിന്നാണ് ആരംഭിക്കുന്നത്? ഈ ചിന്ത ഇതെവിടെ നിന്ന് ആരംഭിക്കുന്നത്? പഴയ നിയമത്തിൽ ലേവ്യ പുസ്തകത്തിൽ നമ്മൾ നോക്കിയാൽ നമുക്കിത് മനസ്സിലായി. ലേവ്യ പുസ്തകം 16-ാം അധ്യായത്തിൽ പറയുന്നൊരു യഹൂദൻ്റെ ഒരു വിശ്വാസ രീതിയുണ്ട്. 16-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കേണ്ട 16-ാം അധ്യായത്തിൻ്റെ 8-10 വാക്യങ്ങളിലൊക്കെ അതിനെപ്പറ്റി പറയുന്നുണ്ടാവും. അതെങ്ങനെയാണ് പാപപരിഹാരത്തിന് വേണ്ടിയിട്ട് 2 ആടുകളെ, ഊനമില്ലാത്ത ആടുകളെ, ആടുകളെ എടുക്കുന്നു. അവയിൽ
ഒരെണ്ണത്തെ യാഗത്തിനായി വേർതിരിക്കും, മറ്റൊന്നിൻ്റെ മേൽ തലയിൽ സകല ജനത്തിൻ്റെ പാപത്തെ ചുമത്തി ഇതിനെ മരുഭൂമിയിലേക്ക് പറഞ്ഞുവിടുക. അതിനെ അസലേലിന് വേണ്ടിയുള്ളതാണെന്ന് വേർതിരിക്കുകയാണ്. ഇതിനെ വിൽഡർനെസ്സിലേക്ക് പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നത്. ഇതതിൻ്റെ ആ പ്രക്രിയ എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടെണ്ണത്തെ രണ്ട് ആടുകളെ തിരഞ്ഞെടുത്തിട്ട് ഒരാടിനെ യാഗമായി ദൈവമുമ്പിൽ സമർപ്പിക്കുകയും മറ്റൊന്നിൻ്റെ തലയിൽ കൈവച്ച് സകല ജനത്തിൻ്റെ പാപത്തെ അതിന്മേൽ ചുമത്തുകയും ചെയ്യുന്ന ഒരു പ്രക്രിയ. അപ്പോൾ ഈ പഴയ നിയമകാലത്ത് തന്നെ ഈ ചുമത്തുന്ന പ്രക്രിയ ഉണ്ടായിരുന്നു, ആ മനസ്സിലാക്കലുണ്ടായിരുന്നു. അവിടെ നിന്നാണ് ഇത് മുന്നോട്ട് വരുന്നത്. ഇത് പ്രവാചക പുസ്തകങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ 53-ാം അധ്യായത്തിന് 4-5 വാക്യങ്ങളിൽ നിന്ന് വായിക്കാം നമുക്ക്. യെശയ്യാവിൻ്റെ പുസ്തകം മതി നോക്കിക്കേ, ഇത് പ്രവാചകൻ ക്രിസ്തുവിനെ മുൻകണ്ട് പ്രവചിക്കുന്ന ഭാഗമാണിത്. ഒരു മിശിഹൈക ഒരു പ്രവചനമാണത്. ഇതിനെ നാം സബ്സ്റ്റിറ്റ്യൂഷണറി അറ്റോൺമെൻ്റ് എന്നൊക്കെ പറയും. അതായത് ഒരാൾക്ക് പകരം മറ്റൊരാളെ ചുമത്തുക എന്നൊക്കെ പറയും. യേശുവിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതും ഇതൊക്കെ തന്നെയാണ്. അവൻ നമ്മുടെ പാപങ്ങളെയും രോഗങ്ങളെല്ലാം ചുമക്കുകയും വഹിക്കുകയൊക്കെ ചെയ്യുകയാണ്. നമ്മളിവിടെ ആയിരിക്കുന്നത് അതിൻ്റെ ഫലമാണ്. നമ്മുടെ ജീവിതത്തിനകത്ത് പാപം നമ്മളെ എവിടേക്കോ കൊണ്ടുപോകാമായിരുന്നു, എവിടെയൊക്കെ കൊണ്ട് നശിപ്പിക്കാമായിരുന്നു, അല്ലേ? പുറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ അങ്ങനെ കുറേ ഓർമ്മകളില്ലേ? പാപം നിറഞ്ഞ പാപത്തിൻ്റെ വഴികളിൽ പാപം നമ്മളെ നടത്തിക്കൊണ്ടു പോകാമായിരുന്നു. എത്രയെത്ര മാർഗങ്ങളുണ്ടായിരുന്നു. ഈ പ്രായം വരെ എനിക്ക് ജീവിക്കാൻ കഴിയുമായിരുന്നില്ല. ഞാൻ പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ എന്നെ അപകടപ്പെടുത്തി കളയാമായിരുന്ന സാഹചര്യങ്ങൾ ധാരാളമുണ്ടായിരുന്നു. മരണത്തിലൂടെ കടന്നു പോകേണ്ട അപകടങ്ങളെ കാര്യങ്ങളുണ്ടായിരുന്നു. പാപം നമ്മളെ കൊണ്ടുപോകുന്നതാണ് അപകടങ്ങളിലേക്ക്. നിങ്ങൾക്ക് ആലോചിച്ച് നോക്കിയാൽ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടാവും. നമ്മുടെ ജീവിതത്തിനകത്ത് പാപത്തിൻ്റെ സ്വാധീനം, തിന്മയുടെ സ്വാധീനം എത്രത്തോളം നമ്മളെ ഭൂമിയിൽ തന്നെ ഇല്ലാതാക്കാൻ കഴിയുമായിരുന്നു. നമുക്ക് വേണ്ടി ഒരുത്തൻ മരിച്ചു എന്നുള്ള അറിവും അവൻ്റെ രക്തത്തിലുള്ള ശുദ്ധീകരണവുമാണ് നമ്മളിവിടെ നടത്തുന്നത്. കർത്താവിൻ്റെ രക്തത്തിലുള്ള ശുദ്ധീകരണം, വീണ്ടെടുപ്പുമാണ് നമ്മളെ പ്രത്യാശയുള്ളവരാക്കി നിർത്തുന്നത്, പാപത്തെ ജയിക്കാൻ നമ്മളെ സഹായിക്കുന്നത്. നോക്കി, നമ്മുടെ സമാധാനത്തിലുള്ള ശിക്ഷ അവൻ്റെ മേലായി. അപ്പോൾ പാപിയായിരുന്ന നമ്മളെ, ശിക്ഷിക്കപ്പെടേണ്ടുന്ന നമ്മളെ, ആ ശിക്ഷയെടുത്ത് മറ്റൊരുത്തിൻ്റെ മേൽ വയ്ക്കുക വഴി നാം സ്വാതന്ത്ര്യത്തിലേക്ക് കടന്ന് നമ്മളെ നീതീകരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അതാണ് ഇവിടെ സംഭവിച്ചത്. 1 പത്രോസ് 2:24 ഈ കാര്യത്തെപ്പറ്റി പറയുന്നുണ്ട്. 1 പത്രോസ് 2:24. ഉണ്ടോ? കേൾക്കണേ. നാം പാപം സംബന്ധിച്ച് മരിച്ചു, നീതിക്ക് ജീവിക്കേണ്ടതിന്. ഈ പറയുന്ന കാര്യം ആദ്യം വായിച്ച വാക്യത്തിൻ്റെ മറ്റൊരു തലമാണ് നമ്മൾ വായിക്കുന്നത്. നാം പാപം സംബന്ധിച്ച് മരിക്കണം, പിന്നെ എങ്ങനെ വേണം? നീതിക്ക് വേണ്ടി ജീവിക്കണം. ഇത് നമ്മളിന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന കാര്യമാണ്. പാപത്തോട് മരിക്കുക, പാപത്തോട് നോ പറയുക, പാപത്തെ ജയിക്കുക, പാപം സംബന്ധിച്ച് മരിക്കുക, നീതിക്ക് വേണ്ടി ജീവിക്കുക. അതിനുവേണ്ടി അവൻ എന്താ ചെയ്തേ? അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. വളരെ വ്യക്തമായിട്ട് നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നു. പാപത്തിന് കീഴ്പ്പെട്ട ഒരു മനുഷ്യന്, പാപത്തിൻ്റെ അധികാരത്തിൽ കീഴ്പ്പെടുന്ന മനുഷ്യന് ഒരു കാരണവശാലും അവന് നീതിയോടെ ജീവിക്കാൻ കഴിയില്ല. അപ്പോൾ പാപത്തിന് പരിഹാരം വരാത്തിടത്തോളം കാലം നമുക്കൊരിക്കലും നീതിയെപ്പറ്റി ചിന്തിക്കാനോ നീതിക്ക് വേണ്ടി ജീവിക്കാനോ കഴിയാത്ത സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് ക്രിസ്തു നമ്മൾക്ക് വേണ്ടി നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി എന്ന് പറയുന്ന സിംബോളിക്കായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ അവിടെ കൊടുത്തേക്കുന്നത്. അവൻ്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു.
അപ്പോൾ പാപത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന നമ്മുടെ എല്ലാ ക്ഷയങ്ങളുടെയും രോഗങ്ങളുടെയും പ്രതിസന്ധികളുടെ ഒരു പരിഹാരം തന്നെയാണ് ക്രൂശിൽ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് ഇന്ന് പൽക്കാലം നമുക്ക് വിശ്വസിക്കാൻ കഴിയും, അവൻ്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യമുണ്ട്, നമ്മുടെ രോഗങ്ങൾക്ക് സൗഖ്യമുണ്ട്, നമ്മുടെ ശാപത്തിന് പരിഹാരമുണ്ട്, നമ്മുടെ സങ്കടങ്ങൾക്ക് ഒരു ഉത്തരമുണ്ട്. കാരണം അവൻ നമ്മുടെ പാപങ്ങളെ വഹിച്ച് ക്രൂശിന്മേൽ കയറി. ഇന്ന് പൽക്കാലം നമ്മൾ ധ്യാനിക്കേണ്ടതും നമുക്ക് വേണ്ടി യാഗമായി തീർന്ന കർത്താവിനെ തന്നെയാണ്. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അവൻ മരിച്ചു എന്ന് നാം വായിക്കുന്നു. അവൻ്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു നാം വായിക്കുന്നു. നോക്കുക, നമ്മുടെ പാപങ്ങളെ വഹിച്ച ലോകത്തിൻ്റെ പാപത്തെ ചുമന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്നാണ് യോഹന്നാൻ്റെ സുവിശേഷം 1-29 അധ്യായത്തിൽ വായിക്കുന്നത്. പഴയ നിയമ കാലഘട്ടത്തിൽ ഒരു കുഞ്ഞാടിനെ അങ്ങനെ പറഞ്ഞു വിട്ടെങ്കിൽ, അങ്ങനെ അസലേലിന് വേണ്ടി വേർതിരിക്കപ്പെട്ടെങ്കിൽ, ഇവിടെ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു നമ്മുടെ പാപം ചുമക്കുകയാണ് ചെയ്യുന്നത്, അവൻ്റെ മേൽ ചുമത്തപ്പെടുകയാണ് ചെയ്തത്. ഇത് തന്നെയാണ് പ്രവാചക പുസ്തകം കാണാം. അവൻ നമുക്കിട്ട് തുളയ്ക്കപ്പെട്ടു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് യെശയ്യാവിൻ്റെ പുസ്തകം 53 അധ്യായത്തിലൊക്കെ. അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങളുടെ ഒരു ആകത്തുക എന്താണെന്നറിയാമോ? പഴയ നിയമത്തിലാണെങ്കിലും പുതിയ നിയമത്തിലാണെങ്കിലും നമ്മൾ വായിക്കുമ്പോൾ തിരിച്ചറിയുന്നൊരു യാഥാർത്ഥ്യം, നമ്മളുടെ പാപങ്ങൾക്ക് പരിഹാരമായി ഒരു പ്രക്രിയ കാൽവരിയിൽ നടന്നു 2000 വർഷങ്ങൾക്ക് മുമ്പായിട്ട്. നമ്മുടെ അകൃത്യങ്ങൾക്കും നമ്മുടെ തെറ്റുകൾക്കും പരിഹാരമായ ഒരു കാര്യം നടന്നിട്ടുണ്ട്. നാം എന്തു ചെയ്യണം? അത് വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ചെയ്യണം. നമ്മുടെ ജീവിതത്തിൽ നീതിക്ക് വേണ്ടി നമ്മളെ നീതിമാന്മാരായിട്ട് പ്രഖ്യാപിച്ചതുകൊണ്ട് നമ്മൾക്ക് നീതിക്ക് വേണ്ടി ജീവിക്കാൻ കഴിയണം. ശരിക്ക് വേണ്ടി, സത്യത്തിനു വേണ്ടി, ദൈവഹിതത്തിന് വേണ്ടി ജീവിക്കാൻ നമുക്ക് കഴിയണം. കാരണം നമ്മുടെ പാപങ്ങളെ അവൻ വഹിച്ചതാണ്, നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചതാണ്, നമ്മുടെ പ്രശ്നങ്ങളെ അവൻ വഹിച്ചതാണ്. നാം കടന്നു പോകുന്ന പ്രക്രിയയിലൂടെ അവൻ കടന്നുപോയതാണ്. എങ്ങനെയാണ് ക്രിസ്തു ഈ കാര്യത്തെ സാധ്യമാക്കി നമുക്ക് തന്നത്? അവൻ്റെ അനുസരണം ആണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ക്രൂശിലെ മരണത്തോളം, ഫിലിപ്പിയ ലേഖനം 2 അധ്യായത്തിൽ നാം വായിക്കുന്നു, ക്രൂശിലെ മരണത്തോളം അവൻ തന്നെത്താനെ താഴ്ത്തി അനുസരണമുള്ളവനായി തീർന്നു വായിക്കുന്നു. ആർക്ക് വേണ്ടി? എനിക്ക് നിങ്ങൾക്കും വേണ്ടിയിട്ട്. അവൻ പാപം ചെയ്തിട്ടല്ല, അവൻ തെറ്റുകൾ ചെയ്തിട്ടില്ല. അവൻ അനുഭവിക്കുന്നത് എനിക്കും നിങ്ങൾക്കും വേണ്ടിയിട്ട് അവൻ കാൽവറിയിലേക്ക് നടന്നു നീങ്ങുന്നു. അവൻ ക്രൂശിലെ മരണത്തോളം അനുസരണത്തിൻ്റെ കംപ്ലീഷനിലേക്ക്, മരണത്തോളം എത്തുന്ന ഒരു അനുസരണത്തിലേക്ക് ക്രിസ്തു നടന്നു നീങ്ങുന്നു. എന്തിനു വേണ്ടിയിട്ട്? ഈ ലോകത്തിൻ്റെ പാപത്തെ വഹിക്കുന്നതിൻ്റെ ഭാരമാണത്. നിങ്ങൾക്കറിയാമോ, നിങ്ങൾ എപ്പോഴും അനുഭവിച്ചിട്ടുണ്ടോ, നിങ്ങൾ ചെയ്യാത്ത ഒരു തെറ്റിൻ്റെ പേരിൽ നിങ്ങളെ ആരെങ്കിലും ഒരു കുറ്റം ചുമത്ത് നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? നിങ്ങളുടെ കയ്യിൽ നിന്ന് വരാത്ത ഒരു പാപത്തിൻ്റെ, ഒരു തെറ്റിൻ്റെ കാര്യം നിങ്ങളുടെ മേൽ ചുമത്തി നിന്ദിക്കപ്പെടുന്ന അനുഭവം ഉണ്ടായിട്ടുണ്ടോ? അപ്പോഴറിയാം ഇതിൻ്റെ ആഴം. മറ്റൊരാൾ ചെയ്ത തെറ്റിന് നമ്മുടെ മേൽ കുറ്റം ചുമത്തുമ്പോൾ നമുക്കുണ്ടാകുന്ന വേദന എത്ര വലുതായിരിക്കും, എത്ര വലിയ നിന്ദയായിരിക്കും. നമുക്കറിയാം മറ്റൊരാൾ ചെയ്തതാണ്, ആ തെറ്റ് നമ്മുടെ തലയിൽ ചുമത്തിയിട്ട് നമ്മളാണ് തെറ്റുകാരെന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ആ നിന്ദയും വേദനയും സങ്കടവും സഹിക്കാൻ പറ്റാത്തതാണ്. ലോകത്തിലെ മുഴുവൻ മനുഷ്യൻ ചെയ്തു കൂട്ടുന്ന പാപങ്ങളെ ഒരുത്തൻ്റെ തലയിൽ വയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന ഭാരം എത്ര വലുതായിരിക്കും. ഞാൻ പറയുന്ന നുണകൾക്ക് എൻ്റെ കർത്താവ് നുണയനെന്ന് വിളിക്കപ്പെട്ടിട്ടുണ്ടാവാം. എൻ്റെ വിദ്വേഷങ്ങളും വെറുപ്പുകൾക്കും കർത്താവ് വെറുക്കപ്പെട്ടിട്ടുണ്ടാവാം. അതിൻ്റെ ഭാരം അവൻ അനുഭവിച്ചിട്ടുണ്ടാകാം. ഞാൻ കണ്ണുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ചെയ്യുന്ന എൻ്റെ എല്ലാ തിന്മകളുടെയും ഭാരം അവൻ്റെ മേലിൽ വന്നിട്ടുണ്ടാകാം. എൻ്റെ നാക്കുകൊണ്ട് ചെയ്യുന്ന തെറ്റുകൾക്ക് അവൻ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. എൻ്റെ തലകൾ കൊണ്ട്, ചിന്തകൾ കൊണ്ട് ചെയ്യുന്ന തെറ്റുകൾക്ക് അവൻ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. എൻ്റെ കൈകൾ കൊണ്ട് ചെയ്യുന്ന തെറ്റുകൾക്ക് അവൻ അനുഭവിച്ചിട്ടുണ്ട്. എൻ്റെ ഹൃദയത്തിലുണ്ടാകുന്ന തിന്മയുടെ, പാപത്തിൻ്റെ ചിന്തകൾക്ക് അവൻ്റെ ഹൃദയം മുറിക്കപ്പെട്ടിട്ടുണ്ട്. എൻ്റെ കാലുകൾ കൊണ്ട് ഞാൻ ചെയ്യുന്ന പാപങ്ങൾക്ക്, തെറ്റായ നടപ്പുകൾക്ക് അവൻ്റെ പാദങ്ങൾ ക്രൂശിക്കപ്പെട്ടിട്ടുണ്ട്. അവൻ വഹിച്ചിട്ടുണ്ട്. ആ വേദന അവൻ വഹിക്കുമ്പോൾ നാം ഇങ്ങനെ വായിക്കുന്നു, അവൻ്റെ രക്തം വിയർപ്പ് പോലെ തുള്ളികളായി വീണെന്ന് വായിക്കുന്നു. ഹൃദയം പൊട്ടിയൊലിക്കുന്ന, രക്തം പുറത്തേക്ക് വമിക്കുന്ന, രോമകൂപങ്ങളിലൂടെ പുറത്തേക്ക് രക്തം തള്ളുന്ന രീതിയിൽ എന്തുമാത്രം പ്രഷറായിരിക്കണം, എന്തുമാത്രം സമ്മർദ്ദമായിരിക്കണം നമ്മുടെ കർത്താവ് വഹിച്ചിട്ടുണ്ടാവുക. കാരണം എൻ്റെയും നിങ്ങളുടെയും പാപം അവൻ്റെ മേലിലായി, അവൻ ചുമത്തപ്പെട്ടു, അവനത് വഹിച്ചേ പറ്റൂ. ഇതിൻ്റെ ആഴമറിയാവുന്ന കർത്താവ് ചോദിച്ചു, പിതാവേ ഇതൊന്ന് മാറ്റിത്തരാമോ?
ഇതിനു വേണ്ടി എനിക്കൊരു പരിഹാരം വരും. ഈ കപ്പ് എൻ്റെ കയ്യിൽ നിന്ന്, ഈ പാനപാത്രൻ്റെ നിന്ന് എടുത്ത് മാറ്റാമോ? എനിക്ക് കഴിയില്ല അതിനകത്ത് നിന്ന്. എൻ്റെ ഹൃദയം കലങ്ങിയിരിക്കുകയാണ് എന്നൊക്കെ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ കർത്താവ് പറയുന്നുണ്ട്. എൻ്റെ ഹൃദയം കലങ്ങിയിരിക്കുന്നു, ഇതൊന്ന് മാറ്റിത്തരാൻ കഴിയുമോ എന്ന് കർത്താവ് ചോദിക്കുമോ? എന്നിട്ട് കർത്താവ് തിരിച്ചറിയുന്നുണ്ടോ? അല്ല, ഇതിനായിട്ടല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നത്, ഇതാണല്ലോ എൻ്റെ ലക്ഷ്യം. കർത്താവ് പിന്നെയും ദൈവത്തിന് കീഴ്പ്പെടും. എന്നിട്ട് കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടമാകട്ടെ. പിതാവിൻ്റെ ഇഷ്ടത്തിന് കീഴ്പ്പെടുന്നൊരു പുത്രനെ നാം അവിടെ കാണുന്നുണ്ട് അല്ലേ? എത്രമാത്രം തീക്ഷ്ണമായ ദുഃഖമാണ് അനുഭവിക്കാൻ പോകുന്നത് തിരിച്ചറിഞ്ഞുകൊണ്ട് അവൻ പറയുക, നിങ്ങൾ അന്വേഷിക്കുന്ന ക്രിസ്തുവിനെ, യേശുവല്ലേ, ഞാനാണ്. അവനെ തന്നെ വെളിപ്പെടുത്തി മനസ്സിലാക്കാൻ അവൻ മറ്റുള്ളവരെ സഹായിക്കുന്നുണ്ടോ? ഇതാണ് ക്രിസ്തു നമുക്ക് വേണ്ടി ചുമത്തപ്പെട്ടതിൻ്റെ അനുഭവം. അവൻ അനുഭവിച്ച ആ വേദന, അവൻ അനുഭവിച്ച യാഗം, അവൻ നമുക്ക് വേണ്ടി ക്രൂശിൽ ചെയ്തു തീർത്തിട്ട് പറഞ്ഞ കാര്യം, സകലതും നിവൃത്തിയായി, സകലതും പൂർത്തിയായി, എന്നെ ലയിപ്പിച്ചിട്ടുള്ള സകല കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ട്. ദൈവമക്കളെ, ക്രിസ്തു നമുക്ക് വേണ്ടി പാപമായി തീർന്നുകൊണ്ട് നമുക്കെന്താ ഉണ്ടാവേണ്ടത്? നമ്മൾ രക്ഷപ്പെട്ടതുകൊണ്ട്, നമ്മുടെ പാപങ്ങൾ ഒരുത്തൻ വഹിച്ചുകൊണ്ട് നമ്മൾ ഫ്രീ ആയി എന്നാണോ? അല്ല, നമ്മളൊരു കടപ്പാടിലേക്ക് എൻ്റർ ചെയ്യൂ. ആരോട്? നമ്മുടെ കടം തീർത്തവനോട് നമുക്കൊരു കടപ്പാടുണ്ട് അല്ലേ? അതല്ലേ എൻ്റെ ശരി? ഞാനൊരാൾക്ക് 1,00,000 രൂപ കൊടുക്കാനുണ്ട്, അലക്സി പാസ്റ്റർ എനിക്കത് തീർത്ത് വന്നു, അതുകൊണ്ട് എനിക്ക് സന്തോഷമായിട്ട് അങ്ങ് പോകാമെന്നാണോ? അല്ല, എനിക്ക് അദ്ദേഹത്തോട് കടപ്പാടുണ്ടാവും, എൻ്റെ കടങ്ങൾ വീട്ടിയതിന്. ക്രിസ്തു എൻ്റെ പാപങ്ങളെ പരിഹരിച്ചതുകൊണ്ട്, എനിക്ക് വേണ്ടി സഹിച്ചതുകൊണ്ട്, യാഗമായി തീർന്നുകൊണ്ട്, ഞാൻ അനുഭവിക്കേണ്ട ചാട്ടവാറിൻ്റെ അടി കർത്താവ് ഏറ്റതുകൊണ്ട്, ഞാൻ അനുഭവിക്കേണ്ട മരണം അവൻ വഹിച്ചതുകൊണ്ട് എനിക്ക് അവനോട് ഉത്തരവാദിത്വമുണ്ട്, എനിക്ക് അവനോട് കടപ്പാടുണ്ട്, എനിക്ക് അവനോട് ഒരു ഒബ്ലിഗേഷനുണ്ട്. അതാണ് നമ്മൾ അറിയുന്ന ഈ യാഥാർത്ഥ്യം. അതുകൊണ്ട് നാം നീതീകരിക്കപ്പെട്ടു. നമ്മളെല്ലാം ക്രിസ്തുവിൻ്റെ നാമത്തിൽ നീതീകരിക്കപ്പെടുന്നു. നിങ്ങൾക്ക് വളരെ വിസിബിളായിട്ട് കാണാൻ കഴിയും കർത്താവിൻ്റെ നാമം ഏറ്റുപറയുന്ന ഓരോ വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന യാഥാർത്ഥ്യം. അവൻ നീതീകരിച്ച ഒരാളെ ലോകവും നീതിമാനായിട്ട് കാണുന്നൊരു യാഥാർത്ഥ്യമുണ്ട്. നിങ്ങൾക്കറിയാമോ, എത്ര കൊലപാതകങ്ങളിൽപ്പെട്ട ആളുകൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വന്ന് കർത്താവിനെ ഏറ്റുപറഞ്ഞു കഴിയുമ്പോൾ ലോകം അവരെ നല്ലവരായിട്ട് അംഗീകരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഇതാണ് ദൈവം പറഞ്ഞത്, ദൈവം നീതീകരിച്ചവനെ ആർക്കും കുറ്റം വിധിക്കാൻ കഴിയത്തില്ല. നാം അറിഞ്ഞിരിക്കേണ്ട ഒരു വലിയ യാഥാർത്ഥ്യമാണ്. നാം നീതീകരിക്കപ്പെട്ടെന്നുള്ള യാഥാർത്ഥ്യം ഒരു സത്യമാണെന്ന് നമ്മൾ ആദ്യം അറിയണം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലുള്ള പഴയ കുറ്റങ്ങൾ പറഞ്ഞ് പിന്നെ നമ്മളെ ചുമത്താനായിട്ട് പിശാച് ഇപ്പോഴും നമ്മുടെ ചുറ്റുമുണ്ടാവും. ആ ചുമത്തൽ നിങ്ങൾ ഏൽക്കാൻ പാടില്ല. കർത്താവ് നമ്മുടെ പാപത്തിന് അവൻ യാഗമായി തീർന്നവനാണ്. നമ്മുടെ പാപങ്ങൾ നിമിത്തം അവൻ ചുമത്തപ്പെട്ടവനായതുകൊണ്ട് നമ്മൾ ഇനിയും കുറ്റം ചുമത്താൻ പിശാചിനെ അനുവദിക്കാൻ പാടില്ല. അത് ന്യായമല്ല, നീതിയല്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇനിയും പിശാച് നമ്മളെ പാപിയായിട്ട് കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ ദൈവത്തിൽ നിന്നല്ല, അത് പിശാചിൽ നിന്നാണ് നാം അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് ഇന്ന് പൽക്കാലം ഞാൻ പറയട്ടെ, പ്രിയമുള്ളവർ, നമ്മുടെ ജീവിതത്തിനകത്ത് നമുക്കൊരു ഉത്തരവാദിത്വമുള്ള ജീവിതമാണ് ദൈവം പ്രതീക്ഷിക്കുന്നത്. ദൈവത്തോട് ഒരു സത്യമുള്ള, ദൈവത്തോട് വിശ്വസ്തതയുള്ള ജീവിതമാണ് ദൈവം നമ്മളിന്ന് പ്രതീക്ഷിക്കുന്നത്. നമുക്ക് കിട്ടിയ സ്നേഹത്തെ പകരുന്ന, യുവതാടെ ലേഖനത്തിലേക്ക് വായിക്കുന്നത് പോലെ കഴിയുമെങ്കിൽ തീയിൽ നിന്ന് വലിച്ചെടുക്കാൻ, കത്തുന്ന തീയിൽ നിന്ന് വരെ ആടുകളെ വലിച്ചെടുക്കുക എന്നൊരു പ്രയോഗം നമ്മളോട് വായിക്കുന്നുണ്ട്. കർത്താവ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണത്. അതെങ്ങനെയാണ് എന്ന് വായിക്കാവത്? യൂദായുടെ ലേഖനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീയ വർധന വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ച് നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കരുണയ്ക്കായി കാത്തിരുന്നും കൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുവിൻ. സംശയിക്കുന്നവരായ ചിലരോട് കരുണ ചെയ്യുവിൻ, ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിപ്പിൻ. ജഡത്താൽ കറ പിടിച്ച അങ്കി പോലും പകച്ചുകൊണ്ട് ചിലർക്ക് ഭയത്തോടെ കരുണ കാണിപ്പിൻ. നമുക്ക് കരുണ കാണിക്കണം തകർന്നുകൊണ്ടിരിക്കുന്നവരെ. അതാണ് നമ്മൾ ദൈവം പ്രതീക്ഷിക്കുന്നത്. അവൻ നമുക്ക് വേണ്ടി യാഗമായി തീർന്ന പോലെ, നമുക്ക് വേണ്ടി അവൻ സഹിച്ചതുപോലെ നാം ലോകത്തിൽ ചിലത് ചെയ്തു തീർക്കുവാനുണ്ട്. തകർന്നു പോകുന്ന, ഇല്ലായ്മപ്പെടുന്ന ചിലർക്ക് വേണ്ടി ദൈവത്തിൻ്റെ കരുണയെ പ്രദർശിപ്പിക്കാൻ നിയോഗിക്കപ്പെട്ടവരാണ് നമ്മൾ. ഹല്ലേലൂയ. കർത്താവ് നമുക്ക് വേണ്ടി യാഗമായി തീർന്ന ഓർമ്മ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും